എല്ലാവർക്കും ഗണിത് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മാത്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുമൊക്കെ ഒന്നത് ഷെയർ ചെയ്യുക. ഇത് സ്കൂൾ കുട്ടികൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നുകൂടെ നല്ല നിങ്ങളുടെ എക്സാമിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ഇത്തിരി വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ കാണാത്ത ആളുകൾ ഇത് കാണാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് കാണുന്നതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്തൂടെ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിടുന്നുണ്ട്. നിങ്ങളത് കാണാത്തവരൊന്ന് കണ്ട ശേഷം മാത്രം ഇത് കാണുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിത് ചെയ്യുമ്പോൾ നിർബന്ധമായും നിങ്ങൾ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. കാര്യം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്, സംശയമൊന്നും വേണ്ട. കാര്യം മാത്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ബേസിക് കോൺസെപ്റ്റ് അറിയാതിരിക്കുന്ന വലിയ മണ്ടത്തരങ്ങളാണ്. അപ്പോൾ അതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്താണ് ചെയ്ത് കഴിഞ്ഞ ദിവസം പഠിച്ചത്. അപ്പോൾ ഇതിനകത്ത് തന്നെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഞാൻ ഇടുന്നുണ്ട്. അതിന് ആൻസർ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അവസാനം ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത ശേഷം 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് അവസാനം ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ അതിലും വലിയ സംഖ്യകൾ കൊണ്ടൊക്കെ നിങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. 24 എന്ന് പറയുമ്പോൾ 6ഉം 4ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8ഉം 3ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഡിവൈഡ് ചെയ്യുക. മോറോവർ നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ ആൻസർ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ അതിൻ്റെ ഒരു കാര്യം ഇട്ട് തരും. അതൊരു പ്രത്യേകതയുള്ള ആൻസറാണത്. അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങൾക്ക് ആ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാനെൻ്റെ ഒരു കാര്യം കൂടെ അതിനകത്ത് ഇട്ട് തരും. എന്താണ് ആ നമ്പറിൻ്റെ പ്രത്യേകതയെന്ന് ഞാനതും ഇട്ട് തരും. ആ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇട്ട് തരും. ഓക്കെ, അതുകൂടെ എല്ലാവരും ചെയ്യണം. പിന്നെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 4284 ഡിവൈഡഡ് ബൈ 18. നമുക്കത് ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതിയിടാം. 4284 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ ഞാൻ ഈ 18 എന്ന് പറയുന്ന പട്ടിക നമുക്കറിയില്ലല്ലോ. 18ൻ്റെയൊക്കെ വലിയ പട്ടികളൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 18 എന്നുള്ളത് നമുക്ക് എന്ത് പറയാം, 6 × 3 ആണ് 18 അല്ലേ. 9 × 2 18 ആണ്. അപ്പോൾ ഞാനിപ്പോൾ 6 × 3 ഉപയോഗിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്ത് മനസ്സിലായി, ഈ വന്നിരിക്കുന്ന സംഖ്യകളെ മുഴുവനായിട്ടും 6 കൊണ്ടും നമുക്ക് വെട്ടാം, 3 കൊണ്ടും വെട്ടാം. മനസ്സിലായോ? അതാണ് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വന്നിരിക്കുന്ന ആൾ നമ്മൾ 6 കൊണ്ട് നമുക്ക് വെട്ടാം. നമ്മളിപ്പോൾ ആദ്യം വെട്ടാൻ പോകുന്നത് 6 ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 6ൻ്റെ പട്ടിക മാത്രമേ പറയാവുള്ളൂ. വേറൊന്നിൻ്റെ 6 കൊണ്ട് വെട്ടിയെന്ന് വെച്ചാൽ 6ൻ്റെ പട്ടികയെ പറയാവൂ. 6ൻ്റെ ടേബിൾ മാത്രമേ പറയാവൂ. അപ്പോൾ ഞാൻ 18നെ വെട്ടുകയാണ്. 18ൽ എത്ര തവണയുണ്ട്? 6. 1 6 6, 6 12, 3 6 18, 6 3s are 18 എന്നാണ്. അപ്പോൾ എത്ര തവണയുണ്ട് 18ൽ? എത്ര സാറുണ്ട്? 3 തവണ. അപ്പോൾ അങ്ങനെ 18 വെട്ടിയിട്ട് അവിടെ 3 കാണിക്കണം. മുകളിലും നമ്മൾ വെട്ടണം. 6ൻ്റെ ടേബിൾ തന്നെയാണ്. ആദ്യം 4 എടുക്കണം. 4ൽ 6 അടങ്ങുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു 6ൻ്റെ ടേബിളാണ് നമ്മൾ എടുക്കുന്നത്. 6നേക്കാൾ കുറവാണ് 4, അപ്പോൾ അടങ്ങില്ല. അപ്പോൾ നമ്മൾ എത്ര എടുക്കണം? തൊട്ടടുത്ത ആളെ കൂടെ ചേർത്ത് 42 എടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം എത്ര ഡിജിറ്റ് വേണേലും എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 2 3 എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 4 പറ്റാത്തതുകൊണ്ട് ഞാൻ 42 എടുത്തു. 42ൽ 6ൻ്റെ പട്ടിക പറഞ്ഞേ എത്ര പ്രാവശ്യമുണ്ട്? 7 6 42. 42ൽ എത്ര പ്രാവശ്യം 6 ഉണ്ട്? 7 തവണയുണ്ട്. മിച്ചമൊന്നുമില്ല. മിച്ചമില്ലെന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാകുന്ന അറിയാമല്ലോ. അത് പഠിപ്പിച്ചതെന്നാണ്. പഴയ വീഡിയോ കാണുക. 42 അവിടെയുണ്ട്. നമ്മൾ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോഴും 42 എന്ന് തന്നെ വന്നു. അപ്പം മിച്ചമൊന്നുമില്ല. അതാണ് മിച്ചമില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്മൾ ആരെടുക്കണം? അടുത്ത 8നെ എടുക്കണം. 8ൽ 6ൻ്റെ പട്ടിക പറഞ്ഞേ എത്ര പ്രാവശ്യമുണ്ട്? 1 തവണ. 1 6 6, 2 6 എത്രയായി പോകും? 12 ആയി പോകും. പറ്റുമോ? ഇല്ല. അപ്പോൾ 1 തവണയെ പറ്റുള്ളൂ. 1 6 6 എന്നേ വന്നിട്ടുള്ളൂ. അവിടെ ഓൾറെഡി എത്രയുണ്ട്? 8 അവിടെ കിടപ്പുണ്ട്. കൗണ്ട് ചെയ്തപ്പം ടേബിൾ കൗണ്ട് ചെയ്തപ്പോൾ 6 വന്നുള്ളൂ. മിച്ചം എത്ര കിടപ്പുണ്ട്? 2 ഉണ്ട്. ആ 2 നമ്മൾ ആ സൈഡിൽ കൊണ്ടേ കാണിക്കണം. കണ്ടോ? പഴയ പോലെയൊക്കെ തന്നെ 24 എടുക്കണം. 4 അവിടെ കിടപ്പുണ്ട്.
2 ഇപ്പുറത്ത് വന്നു. അപ്പം നമ്മൾ എത്ര തുടങ്ങി? 24. അപ്പോൾ 24 എത്ര പ്രാവശ്യം ഉണ്ട്? 6. 6ൻ്റെ പട്ടികയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 തവണയുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സംഖ്യകളെയും 6 കൊണ്ട് വെട്ടി. അപ്പോൾ നമുക്ക് മുകളിൽ 714 എന്ന് കിട്ടി അല്ലേ? താഴെ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് വെട്ടിയാൽ മതി. ഉണ്ടോ? രണ്ടാമത് 3 കൊണ്ട് വെട്ടിക്കോ. 3 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടാം? 7 എത്ര പ്രാവശ്യം ഉണ്ട്? 3. 3ൻ്റെ ടേബിൾ പറ. 7ൽ 2 തവണ. 3 2 6 3 2 6 അല്ലേ? അവിടെ 7 കിടപ്പുണ്ടേ. 7 കിടപ്പുണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ 6 വരുന്നുള്ളൂ. ശിഷ്ടം എത്രയുണ്ട്? 1 എന്ന് പറഞ്ഞ ശിഷ്ടമുണ്ട്. അപ്പോൾ 1 അവിടെ ഒരു 1 കിടപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്തിൽ ഒന്നുകൂടെ വരുമ്പോൾ 11 എടുക്കണം എന്നല്ലേ പഠിച്ച്? 11ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം അല്ലേ? 3 3 9. 3 3 6 9. അവിടെ 11 ഉണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ 9 വന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? 2 അവിടെയുണ്ട്. ആ 4 അവിടെ കിടപ്പുണ്ട്. 4ൻ്റെ ഇപ്പുറത്ത് ഒരു 2 കൂടി വരുമ്പോൾ എത്രയെന്ന് എടുക്കണം? 24 എന്ന് എടുക്കണം. 24 എത്ര പ്രാവശ്യം ഉണ്ട്? 3 8 തവണയുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 238. 4284-നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 238 എന്ന ആൻസർ കിട്ടും. നമുക്ക് ആ ചോദ്യം തന്നെ ഒന്നുകൂടെ ചെയ്തു നോക്കാം. 4284 ഡിവൈഡഡ് ബൈ 18. കാരണം നിങ്ങൾക്കറിയാം ഈ 18 എന്ന് വെച്ചാൽ 6 3 18 എന്ന് മാത്രമല്ല അല്ലേ? 18 എന്ന് വെച്ചാൽ എത്രയാണ്? 9 × 2 എത്രയാണ്? 18 ആണ് അല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലായിരുന്നോ അത്? അപ്പോൾ 6 3 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിയോ? ഇല്ല. ഏതൊരു തരത്തിൽ നമുക്ക് ചെയ്യാം. ആൻസറിന് വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പല മെത്തേഡുകൾ ഉപയോഗിച്ച് ചെയ്യണമെന്ന് മാത്രം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ മെത്തേഡിലോട്ട് പോകാം. ഏതെങ്കിലും ഒരെണ്ണം വെച്ച് വെട്ടിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 9 × 2 അഥവാ 2 × 9 എന്ന് വെച്ചാൽ 18 ആണ്. ഞാനൊന്ന് വെട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ ആദ്യം ഞാൻ 2 വെച്ച് വെട്ടാൻ വേണ്ടി പോകും. അപ്പോൾ 2 പറയുമ്പോൾ 2ൻ്റെ ടേബിളാണ് മനസ്സിൽ കൊണ്ടുവരേണ്ടത്. 18ന് വെട്ടുന്നു. 18ൽ എത്ര തവണയുണ്ട്? 2. 18ൽ എത്ര 2കളുണ്ട്? 9 തവണ 2കളുണ്ട്. 9 2 18 ആണ്. മുകളിൽ വെട്ടാം. 4 എടുത്തേ. 4ൽ എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. മിച്ചം ഒന്നുമില്ല. 2 2 4 ആണ്. മിച്ചം ഒന്നുമില്ല. ഇനി അടുത്ത് 2 എടുക്കണം. 2ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? ടേബിൾ പറ. 1 തവണയേ ഉള്ളൂ. അപ്പോൾ 1 കാണിക്കണം. മിച്ചം ഒന്നുമില്ല. അടുത്ത 8 എടുക്കണം. 8ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 4 തവണയുണ്ട്. 4 2 8 എന്നാണ്. മിച്ചം അവിടെയും ഒന്നുമില്ല. 4 എടുക്കുക. 4ൽ എത്ര തവണയുണ്ട്? 2. 2 2 4 ആണ്. അപ്പോൾ 2 തവണ. കണ്ടോ? 21 42 നമുക്ക് മുകളിൽ കിട്ടി. 21 42 ഡിവൈഡഡ് ബൈ 9. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ആദ്യം ചെയ്തത് ഇവിടെ 2 കൊണ്ട് ചെയ്തു. ഇനി അടുത്ത് എത്ര കൊണ്ട് ചെയ്യണം? 9 കൊണ്ട് നമുക്ക് ചെയ്യണം. ഉണ്ടോ? എന്ന് വെച്ചാൽ 9ൻ്റെ ടേബിളായിരിക്കണം കൗണ്ട് ചെയ്യേണ്ടത്. പറ. 9ന് വെട്ടി. 9ൽ 9 ഒരു തവണ. അത് കാണിക്കേണ്ട കാര്യമില്ല. ഇനി മുകളിൽ 2ൽ അടങ്ങുമോ 9? ഇല്ല. 9നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് അടങ്ങില്ല. പിന്നെന്ത് ചെയ്യണം? ആ 2 1 കൂടെ ചേർത്തെടുക്കണം. 21 എന്നെടുക്കണം. 21ൽ 9 എത്ര പ്രാവശ്യം ഉണ്ട്? 2 തവണ. 9 2 18. 9 2 18 അല്ലേ? അപ്പോൾ നമുക്ക് മിച്ചം വന്നില്ലേ? 21 അവിടെ ഉണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ 18 വരുന്നുള്ളൂ. അപ്പോൾ മിച്ചം എത്രയുണ്ട്? 3 മിച്ചമുണ്ട്. ആ 3നെ നമ്മൾ ആ സൈഡിൽ കൊണ്ട് കാണിക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു 4 ഇവിടെ ഉണ്ട്. 4ൻ്റെ ഇവിടെ ഒരു 3 കൂടെ വന്നാൽ 34 എന്ന് എടുക്കണം. അങ്ങനെ 34ൽ നമുക്ക് എത്ര പ്രാവശ്യം 9 ഉണ്ട്? എത്ര പ്രാവശ്യം ഉണ്ട്? 9 3 27 എന്നാണ്. 9 3 27. മിച്ചം അവിടെ എത്രയുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ 34 കിടപ്പുണ്ട് അല്ലേ? എത്ര വന്നു? 27 വന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? 7 എന്ന് മിച്ചമുണ്ട്. 27 7 34. മനസ്സിലായി? 27 7 കൂടെ ചേരുമ്പോഴാണ് 34. എന്ന് വെച്ചാൽ 34 27 പോയാൽ വ്യത്യാസം 7. അപ്പോൾ 7 മിച്ചമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ 2 കിടപ്പുണ്ട്. 7 കൂടെ വരുമ്പോൾ 72 എന്ന് എടുക്കണം. 72ൽ 9 എത്ര പ്രാവശ്യം ഉണ്ട്? 9 8 72. മനസ്സിലായോ? 8 9 72. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ 238. നമുക്ക് നേരത്തെ കിട്ടിയ ആൻസറിന് ഇപ്പോഴും കിട്ടിയത്. ആൻസറൊന്നും വ്യത്യാസമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചോദ്യം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടാനായിട്ട് പഠിക്കും. സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇവിടെ ആദ്യം 2 കൊണ്ട് വെട്ടി.
അത് കഴിഞ്ഞ് 9 കൊണ്ട് വെട്ടി. നിങ്ങൾക്ക് ഇതിനെ ഒന്നുകൂടി ചെയ്തിട്ട് ആദ്യം 9 കൊണ്ട് വെട്ടാം, പിന്നെ 2 കൊണ്ട് വെട്ടാം. അപ്പോഴും പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒറ്റ തവണ വെറുതെ വെട്ടിയാൽ മതി. ഏതെങ്കിലും രീതിയിലൊന്ന് വെട്ടി ആൻസർ ചെയ്താൽ മതി. ഡിവിഷൻ കോളം കാണിക്കാത്ത കാര്യം അത്രയും സമയം പോകുന്നതുകൊണ്ടാണ്. ചില വലിയ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ നിങ്ങൾ 49 ടേബിളൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. 49 × 1, 49 × 2 ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ പരീക്ഷ ചെയ്യും. അപ്പം നമുക്കവിടെ പെട്ടെന്ന് വെട്ടി തീർക്കാൻ പറ്റും. വെട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടേബിളൊക്കെ നല്ലപോലെ ആയിരിക്കണം. പിന്നെ ഞാൻ ഈ ആദ്യം ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. എന്നിട്ട് മാത്രമേ സെക്കൻഡ് വീഡിയോ കാണാവൂ, അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ചോദ്യം 71655 ഡിവൈഡഡ് ബൈ 15. നമുക്ക് ആ ചോദ്യം ഒന്നുകൂടെ എഴുതിയിടാം. 71655 ഡിവൈഡഡ് ബൈ 15. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 15ൻ്റെ ടേബിൾ ഡയറക്റ്റ് ഉപയോഗിച്ച് വെട്ടാം നമുക്ക്. എങ്കിലും നമുക്ക് ഈ 10 വരെയുള്ള ടേബിൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 15 എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, 5 × 3 എന്നാണ് 15. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞതുള്ളൂ എന്താ, 5 കൊണ്ടും ആ സംഖ്യനെ വെട്ടാൻ പറ്റും, പിന്നീട് 3 കൊണ്ടും വെട്ടാം. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും വെട്ടാം. ആദ്യം 5 കൊണ്ട് വെട്ടണോ സാർ, അങ്ങനെയൊന്നുമില്ല. 5 കൊണ്ടോ 3 കൊണ്ടോ ഏത് ഓർഡറിൽ വെട്ടിയാലും നമുക്ക് ഫൈനൽ ആൻസർ ആയാലും ഒരുപോലെ ആയിരിക്കും. അപ്പം ഞാൻ അവിടെ ആദ്യം 5 കൊണ്ട് വെട്ടാൻ വേണ്ടി പോവാണ്. ആദ്യം ഞാൻ 5 എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം 5ൻ്റെ പട്ടിക വേണം ഉപയോഗിക്കാൻ. അത് നമുക്ക് ആ ഡിനോമിനേറ്ററായി 15 നോക്കാം. 15ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5. എത്ര 5കൾ ചേരുമ്പോഴാണ് 15? അല്ലെങ്കിൽ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യമാണ്? 1 5 5, 2 5 10, 3 അല്ലേ? 5 3s are 15 എന്നാണ്. അപ്പം 3 തവണ വന്നു. 3 എന്ന് കാണിക്കണം. 3 5കൾ ചേരുന്നു. അപ്പോൾ അവിടെ ഓക്കെ ആയി. ഇനി നമുക്ക് മുകളിൽ വെട്ടാം. 7 എടുക്കണം. ആദ്യം 7 എടുത്ത്. 7ൽ 5 അടങ്ങുമല്ലോ. 5ൻ്റെ പട്ടികയാണ് നമ്മൾ ചൊല്ലുന്നത്. 5നേക്കാളും വലുതാണ് 7. അപ്പം 7ൽ അടങ്ങും. എത്ര പ്രാവശ്യം അടങ്ങും? ഒരു തവണയെ പറ്റുള്ളൂ. 1 5 5 എന്നാണ്. അപ്പം മിച്ചം എത്രയുണ്ട്? 2 ഉണ്ടല്ലോ. ഇനി മിച്ചമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യം അവിടെ 7 ഉണ്ട്. ടേബിൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക്, പട്ടിക ചൊല്ലുമ്പോഴത്തേക്ക് 5 എന്നേ വരുന്നുള്ളൂ. അപ്പോൾ 2 വ്യത്യാസമുണ്ട്. ആ 2 അവിടെ കാണിക്കണം. അപ്പോൾ 2ഉം 1ഉം കൂടെ വന്നാൽ നമ്മൾ 21 എടുക്കണം. അതും പഠിപ്പിച്ചതാണ്. അപ്പോൾ 21നെ വെട്ടിക്ക്. 21ൽ എത്ര പ്രാവശ്യമുണ്ട്? 5 4 തവണ അല്ലേ? I 4 20. അവിടെ 21 ഉണ്ട്. നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ 20 വന്നുള്ളൂ. അപ്പോൾ ഒരു 1 അവിടെ മിച്ചം വീണ്ടും വന്നു, 16. 6ൻ്റെ ഇപ്പുറത്തൊരു 1 വന്നപ്പോൾ 16 എന്ന് വേണം എടുക്കാൻ. 16ന് വേണ്ടിക്ക്. 16ൽ എത്ര തവണയുണ്ട്? 5 3 തവണ. 5 3s are 15. 5 × 3 അല്ലേ? 15. 3 തവണ. 3 5 ചേരുമ്പോൾ 15ആയി. മിച്ചം എത്രയുണ്ട്? 1. 1 എങ്ങനെ വന്നു? 16 അവിടെയുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ 15 വന്നുള്ളൂ. അതിൻ്റെ അന്നൊരു മിച്ചം വന്ന 1ആണ് ആ കാണിച്ചിരിക്കുന്നത്. ഇനി ആ 1ഉം 5ഉം കൂടെ എടുക്കുമ്പോൾ എത്ര? 15 എന്ന് എടുക്കണം. 15ൽ എത്ര പ്രാവശ്യമുണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞോളൂ. എത്ര പ്രാവശ്യമുണ്ട്? 3 തവണയുണ്ട്. 3 5 ആണ് 15. ഇനി മിച്ചമൊന്നുമില്ല. കാര്യം അവിടെ 15ആണ്. ടേബിൾ കൗണ്ട് ചെയ്യുമ്പോഴും 15 തന്നെ വരുന്നുണ്ട്. മിച്ചമൊന്നുമില്ല. ഇനി നമുക്ക് 5 എടുത്താൽ മതി. 5ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? ഒരു തവണയുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയല്ലേ? കറക്റ്റായിട്ട് എത്രയാണ്? 1 4 3 3 1 എന്ന് വന്നു. 1 4 3 3 1 ഡിവൈഡഡ് ബൈ എത്ര? 3 എന്ന് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 3 മാത്രമേ ഉള്ളൂ. ഇവിടെ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3ൻ്റെ ടേബിൾ മാത്രം ഉപയോഗിച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് 3ൻ്റെ ടേബിൾ വെട്ടാം. നമ്മൾ 3ൻ്റെ ടേബിൾ വെട്ടാൻ വേണ്ടി പോകുന്നു. ഓക്കെ, 3ൻ്റെ പട്ടി പറ. 3ൽ 3 ഒരു തവണ. 1 ആയതുകൊണ്ട് കാണിക്കില്ല താഴെ. ഇനി മുകളിൽ പറ. 1ൽ അടങ്ങുമോ? ഇല്ല. 3ൻ്റെ ടേബിളാണ് ഉപയോഗിക്കുന്നത്. 3നേക്കാൾ ചെറുതാണ് 1. ചെറുതാണെങ്കിൽ അടങ്ങത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത 4 കൂടെ ചേർത്ത് 14 എന്ന് എടുക്കണം. നമ്മൾ പറഞ്ഞു ആദ്യം നമുക്ക് എത്ര ഡിജിറ്റ് വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ 2 ഡിജിറ്റ് ചേർത്തെടുത്തു. 14. 14ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 3ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യമുണ്ട്? 4 തവണയുണ്ടല്ലേ? 4 3 12. 4 3s are 12. മിച്ചം ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലേ? കാര്യം എന്താണ്? അവിടെ 14 കിടപ്പുണ്ട്. നമ്മൾ ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ 12 വന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ആ 2 അവിടെ കാണിച്ചു. ആ 2ഉം ആ 3ഉം കൂടെ ചേർത്ത് 23 എന്ന് എടുക്കണം. 23ൽ എത്ര പ്രാവശ്യമുണ്ട്? 7 3 21. അപ്പോൾ 23 ഉണ്ടേ അവിടെ. നമ്മൾ കൗണ്ട് ചെയ്യപ്പോൾ 21 വന്നുള്ളേ. അപ്പോൾ ഒരു 2 കൂടുതലില്ലേ? 2 മിച്ചമില്ലേ? ആ 2 അവിടെ കാണിക്കണ്ടേ?
2 കാണിച്ചു. ആ 2-ന് 3 കൂടെ കിടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ 23 എന്ന് എടുക്കണം. 23 എത്ര പ്രാവശ്യമുണ്ട്? 3. ഇപ്പോൾ പറഞ്ഞോളൂ. 7 തവണ 7 3 21. ഇവിടെയും ഒരു 2 മിച്ചമുണ്ട്. കാര്യം അവിടെ 23 ഉണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ 21 വരുന്നുള്ളൂ. ആ 2 അവിടെ മിച്ചം കാണിക്കുക. ആ 2 1 കൂടെ ചേർത്ത് 21 എടുക്കുക. 21-ൽ എത്ര പ്രാവശ്യമുണ്ട്? ഇപ്പോൾ പറഞ്ഞു 7 തവണ. അങ്ങനെ നമ്മുടെ ആൻസർ ചെയ്തിട്ടില്ലേ? 4777. നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ. നമ്മൾ ആ ചോദ്യം ഒന്നുകൂടെ ചെയ്യുകയാണ്. 7 1 6 5 5. ഇപ്പം ചെയ്ത ചോദ്യം തന്നെയാണ്. ഡിവൈഡഡ് ബൈ 15. എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 7 1 6 5 ഡിവൈഡഡ് ബൈ 15. നമ്മൾ പറഞ്ഞു 15 എന്ന് വെച്ചാൽ എന്താണ്? 5 × 3 എന്നാണ്. അപ്പോൾ ഇപ്പം ചെയ്യാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻ്റെ മോഡൽ മുതൽ ഈ മോഡലാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് എന്താണ് ചെറിയ വ്യത്യാസമൊന്നും നിങ്ങൾ നോക്കിക്കോണം. നേരത്തെ ക്വസ്റ്റ്യൻ ഇതുകൂടെ ഒന്ന് നോക്കിക്കോണം. അപ്പോൾ ഞാൻ ആദ്യം 5 കൊണ്ട് വെട്ടുന്നു. എന്ന് വെച്ചാൽ 5-ൻ്റെ പട്ടികയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ 15 ആദ്യം എടുക്കുന്നത്. 15-ൽ എത്ര പ്രാവശ്യം 5 ഉണ്ട്? 3 പ്രാവശ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെട്ട് വ്യത്യാസമൊന്നുമില്ല. 3 പ്രാവശ്യം. 3 5-കൾ ചേരുമ്പോഴാണ് 15 ആകുന്നത്. മുകളിൽ ഞാൻ 7-നെ വെട്ടുന്നു. 7-ൽ അടങ്ങും എത്ര പ്രാവശ്യം? 1 തവണ. 5 5 അല്ലേ? മിച്ചം എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ 21 എടുക്കണം. 21-ൽ എത്ര പ്രാവശ്യമുണ്ട്? 4 തവണയുണ്ട്. 4 5 20 അല്ലേ? മിച്ചം 1 ഉണ്ട്. അപ്പോൾ 1 6 16-ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട് അല്ലേ? എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം അല്ലേ? 5 3 15. 3 5 15. മിച്ചം 1. വീണ്ടും 15 എടുക്കണം. 15-ൽ നമ്മളിപ്പോൾ പറഞ്ഞു 3 തവണ. മിച്ചമില്ല. മിച്ചം ഒരു 5 കിടപ്പുണ്ട്. 5-നെ ഞാൻ വെട്ടി 1 തവണ. 5-ൽ 5 1 തവണ. ഇത്ര നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി എന്താ കുഴപ്പം? നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഈ ആളെ നമ്മളിങ്ങോട്ട് മാറ്റി അപ്പുറത്തോട്ട് എഴുതി അല്ലേ? അങ്ങനെയൊന്നും ചെയ്യാറില്ല മാത്സിൽ കേട്ടോ. നമ്മൾ അവിടെ ഇട്ട് തന്നെ വെട്ടണം. അതാണ് എൻ്റെ കറക്റ്റ് കാര്യം. നമ്മൾ അവിടെ ഇട്ട് തന്നെ വെട്ടാൻ വേണ്ടി പോവാം. നമുക്കിവിടെ ഒരു 3 ഉണ്ട്. 3-ൻ്റെ ടേബിൾ ഉപയോഗിച്ചാൽ മതി. അവിടെ ഇട്ട് തന്നെ വെട്ടിക്കൊള്ളാം. വല്ല കാര്യമൊന്നുമില്ല. നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മൾ 3 കൊണ്ട് വെട്ടാൻ വേണ്ടി പോകും. അപ്പം നോക്കിക്കോ. 3 കൊണ്ട് വെട്ടി. 3-ൽ 3 1 തവണ. 1 തവണയായിട്ട് നമ്മൾ കാണിക്കുന്നില്ല. മുകളിൽ നോക്കിയാൽ നിങ്ങൾ 1-ൽ അടങ്ങില്ല. 1-ൽ അടങ്ങുമോ 3? ഇല്ല. അപ്പോൾ എത്ര എടുക്കണം? 14 എടുക്കണം. 14 എത്ര പ്രാവശ്യമുണ്ട്? 3 4 തവണ. 4 3 എത്രയാണ്? 12. അവിടെ 14 ഉണ്ട്. മിച്ചം ഒരു 2. ആ 2 ഞാൻ അങ്ങോട്ട് കൊടുത്തു. നേരത്തെ പോലെ 2 3 അഥവാ 23. 23-ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 7 തവണ. വീണ്ടും ഒരു 2 ശിഷ്ടമുണ്ട്. ആ 2 ഞാൻ അവിടെ കാണിച്ചു. 23 എടുക്കണം. 7 തവണ. 7 3 21. 7 3 21. അവിടെ 23 ഉണ്ട്. വീണ്ടും ഒരു 2 മിച്ചമുണ്ട്. കാണിച്ചു. 21 എന്നാണ്. കറക്റ്റ് 7 ടൈംസ് ഉണ്ട്. 7 3 21. നമ്മുടെ ആൻസർ നേരത്തെ പോലെയൊക്കെ തന്നെ 4777. അപ്പം നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ. നമ്മൾ വെട്ടുക എന്ന് പറയുമ്പോൾ ഇനി വെട്ടണമെങ്കിൽ ഇനി വെട്ടാനുണ്ടാക്കി ഇതിന് വെട്ടിയാൽ മതി. വെട്ടി പോകണം അങ്ങോട്ട്. അല്ലാണ്ട് മാറ്റി എഴുതി അപ്പുറത്തോട്ട് മാറ്റിയൊന്നും എഴുതി ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ സമയ ലാഭത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മെത്തേഡ്. സാധാരണ ഇങ്ങനെ കളം വരച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കളം വരച്ചിട്ട് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 7 1 6 5 5 എന്നൊക്കെ എഴുതി നമ്മൾ വെട്ടാൻ പഠിച്ചിട്ടുണ്ട്. ആ വെട്ടിന് പകരമാണ് നമ്മളിത് പഠിച്ചിരിക്കുന്നത്. അത്രയും സമയം കളയാൻ നമുക്കില്ല. അത്രയും സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെട്ടുന്നത്. അപ്പോൾ ഈ വെട്ടി കിട്ടുന്ന ആളെ മാറ്റി ഇങ്ങോട്ട് എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തു പോയിക്കൊള്ളുക. കിട്ടിയോ? ഇനി 15-ൻ്റെ ടേബിളൊക്കെ അറിയാത്തവരാണെങ്കിൽ 15 കൊണ്ട് വെട്ടിക്കൊള്ളുക. നല്ലതാണ്. ഒറ്റടിക്ക് ഇങ്ങനെ തന്നെ എഴുതിയിട്ട് 15 കൊണ്ട് വെട്ടുക. ഓക്കെ. അടുത്ത ചോദ്യം 10 9 4 4 ഡിവൈഡഡ് ബൈ 24. നമുക്കപ്പോൾ അത് 10 9 4 4 എന്ന് എഴുതിയിടാം. 10 9 1 0 9 4 4 ഡിവൈഡഡ് ബൈ 24. അപ്പോൾ 24 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 6 4 24 ആണ്. അപ്പോൾ 6 കൊണ്ട് 4 കൊണ്ട് വെട്ടിയാൽ മതി. 8 × 3 24 ആണ്.
അപ്പോൾ 8 3 24 നമുക്ക് ചെയ്യാം. 12 × 2 24 ഏത് ടേബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക്. മനസ്സിലായോ? ഈ 2 പ്രാവശ്യമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ 2 കൊണ്ട് 2 2 2 2 2 2 കൊണ്ട് 4-5 പ്രാവശ്യമൊക്കെ വെട്ടി നമുക്ക് മാറ്റാം. അങ്ങനെ വെട്ടുന്നതിന് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സമയം ലാഭിക്കാനാണ് നമ്മൾ ഇങ്ങനെ വെട്ടുന്നത്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പോൾ 8 × 3 കാര്യം 8 കൊണ്ടൊന്നും നമ്മൾ വെട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് 8 × 3 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ 8ന്റെ ടേബിൾ ഉപയോഗിക്കുന്നത്. 8ന്റെ ടേബിൾ എന്ന് വെച്ചാൽ ഇവിടെ 8ന്റെ 8 എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് മാത്രം നോക്കാം. ഇപ്പം 24 എത്ര പ്രാവശ്യം 8 ഉണ്ട്? 1 8 8 2 16 3 24 അല്ലേ? 8 3 24. അപ്പം 3 തവണ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി മുകളിലോട്ട് വരാം. 1 നമ്മൾ എടുത്തു. 1-ൽ 8 അടങ്ങുമോ? അടങ്ങത്തില്ല. നമ്മൾ പറഞ്ഞു നമ്മൾ ചൊല്ലുന്ന ടേബിൾ ഏതാണോ അതിനേക്കാൾ കുറവായ സംഖ്യ വന്നാൽ അടങ്ങില്ലെന്നാണ്. അപ്പോൾ 1-ൽ അടങ്ങില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് ആദ്യം 1 അക്കമോ 2 അക്കമോ 3 അക്കമോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ ആ തൊട്ടടുത്ത് 0 കൂടെ ചേർത്തു. 1ഉം 0 കൂടെ ചേർത്തു. 10 എന്നെടുത്തു. 10-ൽ എത്ര പ്രാവശ്യമുണ്ട്? ഒരു തവണ പറ്റുള്ളൂ. 1 8 8 2 തവണയാണെങ്കിൽ 16 വരണം. 16-ലല്ലോ 10-ല്ലേ ഉള്ളൂ. അപ്പോൾ 2 പറ്റില്ല. ഒരു തവണ 1 8 8 എന്ന് പറയാം. ഇനി എത്രയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ 10 കിടപ്പുണ്ടല്ലേ? നമ്മൾ പട്ടിക ചൊല്ലിയപ്പോൾ എത്രയേ വന്നുള്ളൂ? 8 വന്നുള്ളൂ. അപ്പോൾ എത്ര മിച്ചമുണ്ട് അവിടെ? 2 മിച്ചമുണ്ട്. ആ 2 അവിടെ കാണിക്കണ്ടേ? 2 കാണിച്ചു. ആ 9 അവിടെ കിടപ്പുണ്ട്. 9ന്റെ ഇപ്പുറത്ത് ഒരു 2 കൂടെ വന്നാൽ 29 വായിക്കണമെന്നല്ലേ പഠിപ്പിച്ചേ? അപ്പോൾ 29 എടുക്കണം. 29-ൽ എത്ര പ്രാവശ്യമുണ്ട്? 8. 8ന്റെ ടേബിളാണ് പറയുന്നത്. 29-ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 തവണ. 3 24. മനസ്സിലായോ? അപ്പൊ 29 അവിടെ ഉണ്ടല്ലേ? അപ്പൊ 24 വന്നുള്ളൂ. മിച്ചൊരു 5 ഉണ്ടേ. ഞാൻ 5 കാണിച്ചു. 54 എന്നായി. 54 എത്ര പ്രാവശ്യം ഉണ്ട്? 8 8 6 തവണ. 6 8 48. 7 പറ്റത്തില്ല. 7 ആകുമ്പോൾ 56 പോവും. അപ്പൊ 6 തവണ 6 8 48. കണ്ടോ? അവിടെ 54 ഉണ്ടേ. നിങ്ങൾ ചൊല്ലിയപ്പോൾ എത്രയേ വന്നുള്ളൂ? പറ. 48 വന്നുള്ളൂ അല്ലേ? മിച്ചം എത്രയുണ്ട്? 6 മിച്ചമുണ്ട്. കണ്ടോ? 6 4 64 എന്ന് തോന്നുന്നു. 64 എത്ര പ്രാവശ്യം ഉണ്ട്? 8 8 64. അപ്പൊ നമ്മൾ എത്ര കൊണ്ട് വെട്ടി? 8 കൊണ്ട് വെട്ടി. അപ്പൊ ഇവിടുത്തെ 8 കൊണ്ട് നമ്മൾ വെട്ടി. ഇനി ആരെ കൊണ്ട് വെട്ടണം? 3 കൊണ്ട് വെട്ടണം. അവിടെ ഇട്ട് തന്നെ വെട്ടിക്കോ, മാറ്റിയിട്ടൊന്നും വേണ്ട. 3 കൊണ്ട് വെട്ടും. അപ്പൊ 3ന്റെ ടേബിളാണ് ഉപയോഗിക്കേണ്ടത്. 3-ൽ 3 ഒരു തവണ. അതുകൊണ്ട് താഴെ നമ്മൾ 1 കാണിക്കത്തില്ല. ഇനി മുകളിലെ സംഖ്യ എടുക്കാം. ആദ്യം 1 എടുക്കണം. മുകളിൽ 1 എടുത്തു. 1-ൽ 3 അടങ്ങുമോ? 3-നേക്കാൾ ചെറുതാണ്. പറ്റില്ല. കാര്യമാക്കുന്നില്ല. തൊട്ടടുത്ത ആളോട് ചേർത്തെത്തോ. 13. 13-ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 4 തവണയുണ്ട് അല്ലേ? 4 3 12. അവിടെ 13 കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ? നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 12 വന്നുള്ളൂ. അപ്പോൾ ഒരു 1 മിച്ചമുണ്ടെന്ന് മനസ്സിലായോ? ആ 1 അപ്പുറത്ത് കാണിക്കുമ്പോൾ എത്രയായി? 16 എടുക്കണം. 16-ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 5 തവണ. 5 3s are 15. 5 3 15. അവിടെയും ഒരു 1 മിച്ചമില്ലേ? 16 അവിടെ കിടപ്പുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ 15 വന്നുള്ളൂ. ഒരു 1 മിച്ചമുണ്ട്. 1 ഞാൻ ഇട്ട് കൊടുത്തു. 1 8 എന്നുള്ളത് 18 എടുക്കണ്ടേ? 18 എന്ന് വെട്ടിക്കുക. 18 എത്ര പ്രാവശ്യമുണ്ട്? 3 6 തവണയുണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 456. 456 എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കിട്ടിയോ? അടുത്ത ചോദ്യം 4 2 1 1 2 ഡിവൈഡഡ് ബൈ 56. നമുക്ക് ചോദ്യം ഒന്ന് താഴത്തേക്ക് എഴുതിയിടാം. 4 2 1 1 2 ഡിവൈഡഡ് ബൈ 56. അപ്പം 42,112-നെ 56 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. നമുക്ക് 56-ന് ടേബിൾ അറിയില്ല, ഉറപ്പാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 56-നെ നമുക്ക് ചെറുതാക്കാം. വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ 2 കൊണ്ട് വെട്ടി 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 ചെയ്യാമേ. 2 കൊണ്ട് 3 തവണ വെട്ടാം, പിന്നെ 7 കൊണ്ട് വെട്ടാം, അങ്ങനെ വെട്ടാം. അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇതിൽ വെട്ടാം. 56-ന്റെ ടേബിൾ അറിയാൻ പാടില്ല, അതുകൊണ്ട് 56 ഉപയോഗിച്ചില്ല. എന്നും പറഞ്ഞ് ഇങ്ങനെ വെട്ടി 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 പോകാനും പറ്റില്ല, അത്ര സമയമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 56-ന്റെ ടേബിൾ എന്ന് മനസ്സിൽ പറയുക. 8 × 7 ആണ്. ഞാൻ 7 × 8 എന്ന് എഴുതി. 2 1 തന്നെയാണ്. ഏത് കൊണ്ട് ചെയ്താൽ ആദ്യം 7 കൊണ്ട് ചെയ്യാം, രണ്ടാമത് 8 കൊണ്ട് ചെയ്യാം. തിരിച്ച് വേണം ചെയ്ത് നോക്കണം കേട്ടോ. 8 കൊണ്ട് ചെയ്ത് 7 കൊണ്ട് ചെയ്യുക. മനസ്സിലായോ? ആദ്യം ഞാനിപ്പോൾ 7 കൊണ്ട് ചെയ്തു, ആ കിട്ടുന്നതിന് വീണ്ടും 8 കൊണ്ട് ചെയ്യും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിരിച്ച് ചെയ്യുക. ആദ്യം 8-നെ കൊണ്ട് ചെയ്യുക, ആ കിട്ടുന്നതിനെ 7 കൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും.
ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ട് തരത്തിൽ ചെയ്യാം, തെറ്റൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം 7 കൊണ്ട് ചെയ്യുകയാണ്. 7 കൊണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ 7ൻ്റെ ടേബിൾ ആയിരിക്കണം നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 7ൻ്റെ ടേബിൾ ഉപയോഗിക്കുന്നു. 56 ഞാൻ എടുത്തത്, ഡിനോമിനേറ്റർ എടുത്തത്. 56 എത്ര പ്രാവശ്യം ഉണ്ട്? 7. 8 7 അല്ലേ? 8 7s are 56 ആണ്. അപ്പോൾ അവിടെ 8 തവണ വരും. മനസ്സിലായോ? അപ്പോൾ അത് തീർന്നു. ഇനി മുകളിലേക്ക് വാ. 42 എടുക്കാൻ പറ്റില്ല, ആദ്യം 4 എടുക്കണമെന്നാണ് പഠിച്ചിരിക്കുന്നത്. 4 അടങ്ങത്തില്ല. നമ്മുടെ നിയമം പഠിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. ആദ്യമായതുകൊണ്ട് എത്ര D2 എടുക്കാം, അതുകൊണ്ട് നമ്മൾ 4ൻ്റെ കൂടെ തൊട്ടടുത്ത് കിടക്കുന്ന 2 കൂടെ ചേർത്ത് 42 എടുത്തു. ആദ്യം തുടങ്ങുമ്പോൾ 1 അക്കമോ 2 അക്കമോ 3 അക്കമോ 4 അക്കമോ എത്ര വേണേലും നമുക്ക് ഇഷ്ടമുള്ളത്രയും ഒരുമിച്ചെടുക്കാം. തുടക്കം. പിന്നീടൊക്കെ ഒറ്റക്കെ എടുക്കാവും. അപ്പം 4 അടങ്ങാത്തതുകൊണ്ട് 2 കൂടെ ചേർത്ത് 42 എടുത്തു. 42-ൽ 7 അടങ്ങും. എത്ര തവണ? 6 തവണ. 7 6 are 42. 7 6 42. അവിടെ 42 കിടപ്പുണ്ടല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? 42 എന്ന അവിടെ കിടപ്പുണ്ട്. ടേബിൾ കൗണ്ട് ചെയ്യുമ്പോൾ 42 തന്നെ വന്നു. അപ്പം മിച്ചം ഒന്നുമില്ല. മനസ്സിലായോ? ഇനി അടുത്ത് നമുക്ക് 2 D2 പറ്റില്ല. നമ്മൾ ഡിവിഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 6 തവണയും തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരൊറ്റ അക്ക എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 എന്ന് പറയുന്ന ആൾ ആദ്യം എടുക്കണം. 1-ൽ 7 അടങ്ങുമോ? ഇല്ല, അടങ്ങത്തില്ലെന്ന് എങ്ങനെ മനസ്സിലാകുക? 7 ടേബിൾ. അപ്പോൾ 7-നേക്കാൾ ചെറുതാണ് ആ 1. അങ്ങനെ 7-നേക്കാൾ ചെറുതാണ് വരുന്നെങ്കിൽ നമുക്ക് അടങ്ങില്ലെന്ന് വേണം പറയാം. അടങ്ങത്തില്ലെന്ന് കണ്ടാൽ തന്നെ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? അടങ്ങത്തില്ല എന്നുള്ളതിൻ്റെ സിമ്പിൾ കാണിക്കണം. 0 അടങ്ങില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യണം? തൊട്ടടുത്ത 1 കൂടെ ചേർക്കണം. കണ്ടോ? അപ്പോൾ 11 കിട്ടി. 1-ൽ അടങ്ങത്തില്ല എന്ന് മനസ്സിലായി. 0 വിട്ടു. ഇനി എന്ത് ചെയ്യണം? ആ 2 1 കൂടെ ചേർത്തെടുക്കണം. ആദ്യത്തെ 1 തൊട്ടടുത്ത സംഖ്യ, തൊട്ടടുത്ത 1 ആണെങ്കിലും 5 ആണെങ്കിലും എന്താണെങ്കിലും ചേർത്തെടുക്കുക. അപ്പോൾ 1 1 എന്ന് വെച്ചാൽ 11 എന്നാ. 11-ൽ 7 അടങ്ങും. എത്ര തവണയാ? ഒരു തവണയേ പറ്റുള്ളൂ. 1 7 2 തവണയാകുമ്പോൾ 14 പോകും. 7 2s are 14 ആണ്. അവിടെ 14 ഇല്ലല്ലോ, 11 ഉള്ളൂ. അപ്പോൾ ഒരു തവണയെ അടങ്ങത്തുള്ളൂ. ഒരു തവണയെ അടങ്ങത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട എന്താ? അവിടെ ഒരു 11 കിടക്കുന്നത്. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 7 വന്നിട്ടുള്ളൂ. അപ്പം മിച്ചം എത്ര കിടപ്പുണ്ട്? ഒരു 4 മിച്ചമുണ്ട്. ആ 4 നമ്മൾ അവിടെ കാണിക്കണം. കണ്ടോ? അപ്പോൾ അവിടെ ഒരു 2 ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതാണിത്. 4 ഇവിടെ വരുന്നു. അപ്പം 42 എന്നായി. ആ 42-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 7 എത്ര പ്രാവശ്യം ഉണ്ട്? 7 6 തവണ വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് വെട്ടി? 7 കൊണ്ട് മുകളിലും താഴെയും വെട്ടി. ഇനി നമുക്കിവിടെ കിടക്കുന്ന 8 വേണമെങ്കിൽ 8-നെ നമുക്ക് വീണ്ടും ചെറുതാക്കി 2 കൊണ്ട് 3 തവണ വെട്ടാം. അതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. കാര്യം നമ്മളിത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്പീഡ് കിട്ടാനാണ് നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 8ൻ്റെ ടേബിൾ നമുക്കറിയാമല്ലോ. 8ൻ്റെ ടേബിൾ ഉപയോഗിച്ച് 8 കൊണ്ട് വെട്ടുന്നു. ഉണ്ടോ? അപ്പോൾ താഴത്തെ 8-ന് വെട്ടി. 8-ൽ 8 ഒരു തവണ വെട്ടി. മുകളിൽ 6-ൽ അടങ്ങില്ല. 8-നേക്കാൾ ചെറിയ 8ൻ്റെ ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 8ൻ്റെ ടേബിളാണ്. 8-നേക്കാൾ ചെറുതാണ് 6. അപ്പോൾ അടങ്ങില്ല. തുടക്കമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരക്കം പറ്റിയില്ലെങ്കിൽ 2 3 ഒക്കെ എടുക്കാം. അപ്പം ഞാൻ 6-ഉം തൊട്ടടുത്തുള്ള 0 കൂടെ ചേർത്ത് 60 എന്ന് എടുത്തു. 60-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 7 തവണ. എത്ര പ്രാവശ്യം? 8 7s are 56 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? 8 7 56. അവിടെ 60 കിടപ്പുണ്ടേ. 60 കിടക്കുന്ന കാണാമല്ലോ. നിങ്ങൾ ടേബിൾ കൗണ്ട് ചെയ്തപ്പം 8 7s are 56 അല്ലേ വന്നിട്ടുള്ളൂ. ഇതൊക്കെ മനസ്സിൽ ചെയ്യേണ്ടതാണ്. ഞാൻ സൈഡ് എഴുതി കാണിക്കുക. അപ്പം മിച്ചം എത്രയുണ്ട് അവിടെ? എക്സസ് ആയിട്ട് എത്ര വന്നിട്ടുണ്ട്? ഒരു 4 അപ്പം 4 അപ്പുറത്ത് കാണിക്കേണ്ടത്. കണ്ടോ? അപ്പം ഇപ്പോൾ പഠിച്ചു 4 അവിടെ ഉണ്ട്. ഒരു 1 ഉണ്ട്. 1-ൻ്റെ ഇപ്പുറത്ത് 4 വരുമ്പോൾ 41 വേണം എടുക്കാൻ. 1 ഇവിടെ ഉണ്ട്. ആ 1-ൻ്റെ ഇപ്പുറത്താണ് 4 വരുന്നത്. അപ്പം 41. 41-ൽ 8 എത്ര പ്രാവശ്യം ഉണ്ട്? 8-ൻ്റെ ടേബിൾ പറ. 5 തവണ. 8 5 40 അല്ലേ? 8 5s are 40. 41 അവിടെ കിടപ്പില്ലേ? 8 5 40 വന്നുള്ളൂ. ഒരു 1 കൂടുതലല്ലേ? ആ 1-നപ്പുറത്ത് കാണിക്കി. അപ്പോൾ 6-ൻ്റെ ഇപ്പുറത്തൊരു 1 വന്നപ്പോൾ എത്രയെന്ന് വായിക്കണം? 16 എന്ന് വായിക്കണം. 16-ൽ 8 എത്ര പ്രാവശ്യം ഉണ്ട്? 2 തവണയുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടി? 752. അപ്പം 42,112-നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 752 കിട്ടും. അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ വെട്ടി കാണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഇങ്ങനെ വരച്ച് ചെയ്താൽ തെറ്റുണ്ടോ സാറേ? ഈ വരച്ച് ചെയ്യുന്ന ആൻസറിനെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ വരച്ച് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയമാണ് പ്രശ്നം. ഇപ്പം ഇങ്ങനെ 42 1 1 2 എന്ന് എഴുതിയിട്ട് 56 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ 56-ൻ്റെ ടേബിൾ എന്തുമാത്രം എഴുതി വെക്കണം? 56-ൻ്റെ ടേബിൾ മുഴുവൻ എഴുതി വെച്ചാലാണ് ഇവിടെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുക.
ഇതാകുമ്പോൾ അങ്ങനെ വെട്ടി സ്പീഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകണം എന്ത് തന്നെ 752 തന്നെയായിരിക്കും നിങ്ങളുടെ ആൻസർ ഇവിടെ കിട്ടാൻ പോണത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ കളം വരച്ച് ചെയ്യുന്നതിൻ്റെ സമയം കൂടാതിരിക്കാനാണ് നമ്മളിങ്ങനെ വെട്ടിപ്പടിക്കുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണെന്ന് പഠിക്കരുത്, രണ്ടും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ കളം വരക്കുമ്പോൾ നമുക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് മാത്സിനൊക്കെ നമുക്ക് ഒരുപാട് സമയം പോകും. അതിനാണ് വെട്ടിപ്പടിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം 4885 ഡിവൈഡഡ് ബൈ 77. അപ്പം നമുക്ക് 48,895 48,895 ഡിവൈഡഡ് ബൈ എത്ര? 77 എന്നാണ് ചോദ്യം. നമുക്ക് 77ൻ്റെ പട്ടിക എന്ന് അറിയാത്തത് കൊണ്ട്, ടേബിൾ അറിയാത്തത് കൊണ്ട് നമ്മൾ 77നെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 77 എന്ന് വെച്ചാൽ 11 × 7 അല്ലേ? അപ്പം നമുക്ക് ആദ്യം 11 കൊണ്ട് വെട്ടണമെങ്കിൽ വെട്ടാം, 7 കൊണ്ട് വെട്ടണമെങ്കിൽ വെട്ടാം. അപ്പം ഞാൻ ആദ്യം 11ൻ്റെ ടേബിൾ വെട്ടാൻ വേണ്ടി പോവാം. അപ്പോൾ 11ൻ്റെ ടേബിൾ വെട്ടാൻ പറയുമ്പോൾ 11ൻ്റെ ടേബിൾ ആയിരിക്കണം ഓർത്തിരിക്കണം. 11ൻ്റെ ടേബിൾ 11 × 1 11, 11 × 2 22, 11 × 3 33, 11 × 4 44, 11 × 5 55 അങ്ങനെ പോകുന്ന ടേബിൾ. അപ്പോൾ നമുക്ക് ആദ്യം 77നെ വെട്ടണം. 77 എത്ര പ്രാവശ്യമുണ്ട്? 11. 11 7കൾ ചേരുമ്പോഴാണ് 77 ആകുന്നത് അല്ലേ? 7/11 ആണ് എത്ര? 77. അപ്പോൾ എത്ര തവണ? 7 ടൈംസ്. അപ്പോൾ 77ൽ 11 എത്ര തവണയുണ്ട്? 7 തവണയുണ്ട്. അപ്പോൾ അവിടെ ഓക്കെ ആയി. ഇനി ന്യൂമറേറ്ററോട്ടോ മുകളിലേക്ക് വാ. 4ന് വെട്ടണം. 4ൽ 11 അടങ്ങുമോ? ഇല്ല. എങ്ങനെ മനസ്സിലായി? 11നേക്കാൾ ചെറുതാണ് 4, അപ്പോൾ അടങ്ങത്തില്ല. ആദ്യമായതുകൊണ്ട് നമുക്ക് എന്താ 0 എന്ന് ഇട്ട് കൊടുക്കണ്ട. ആദ്യം ഒരക്കമോ 2 അക്കമോ 3 അക്കമോ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 4ൻ്റെ കൂടെ 8 കൂടെ ചേർത്ത് 48 എന്ന് എടുത്തു. 48ൽ എത്ര തവണ പറ്റും? 4 തവണ അല്ലേ? 4 തവണയാകുമ്പോൾ 11 4s are 44. 11 4 44. 5 ആണെങ്കിലോ 55 വരും. 55 ഉണ്ടോ അവിടെ? ഇല്ല. 48 അപ്പോൾ എത്ര തവണ പറ്റുള്ളൂ? 4 തവണ. 4 തവണയാകുമ്പോൾ 44 വരത്തുള്ളൂ. അവിടെ 48 കിടപ്പുണ്ട്. അപ്പം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 44 വന്നുള്ളൂ. അപ്പം മിച്ചം എത്ര ഉണ്ടാവും? ഒരു 4 മിച്ചം ഉണ്ടാവും. ആ 4 അവിടെ കാണിക്കണ്ടേ? ആ 4 ഞാനവിടെ കാണിച്ചു. ആ 4 അവിടെ കാണിക്കുമ്പോൾ എങ്ങനെ എടുക്കണം? 8 അവിടെ കിടപ്പുണ്ട്. 8ൻ്റെ ഇപ്പുറത്ത് 4 വന്നാൽ 48 എന്ന് എടുക്കണം. അപ്പോൾ വീണ്ടും 48 എന്ന് എടുക്കണം. 48 എത്ര പ്രാവശ്യമുണ്ട്? 11. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എത്ര പ്രാവശ്യം? 4 തവണ. എത്രയാണ്? 44. അവിടെ 48 കിടപ്പുണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ 44 വന്നുള്ളൂ. വീണ്ടും ഒരു 4 മിച്ചം വന്നത് മനസ്സിലായോ? ആ 4 അവിടെ കാണിക്കി. ഇപ്പം 4ഉം 9ഉം കൂടെ 49 എടുക്കണ്ടേ? 49ൽ 11 എത്ര പ്രാവശ്യമുണ്ട്? അപ്പോഴും 4 തവണയേ ഉള്ളൂ. കാരണം 5 തവണയാകുമ്പോഴത്തേക്ക് 55 വരണം. അവിടെ ഇല്ല, 49 ഉള്ളൂ. അപ്പം 4 തവണ. വീണ്ടും 4 തവണ. 4 തവണ ആകുമ്പോൾ എത്ര? 44 എന്നല്ലേ വരുള്ളൂ. അവിടെ 49 ഉണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 44 വന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? 5 മിച്ചമുണ്ട്. കണ്ടോ? അപ്പോൾ 5 5 55. 55ൽ എത്ര പ്രാവശ്യമുണ്ട്? 11. 5 തവണയുണ്ട്. അപ്പോൾ നമ്മൾ 11 കൊണ്ട് വെട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ വീണ്ടും അതിനെ 7 കൊണ്ട് വെട്ടണം, മുകളിലും താഴെ. അപ്പോൾ 7 കൊണ്ടാണ് വെട്ടുന്നത്. ഡിനോമിനേറ്ററിൽ 7 കൊണ്ട് വെട്ടിക്ക്. 7ൽ 7 ഒരു തവണ. 1 ആയതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തതെന്ന് പലതവണ നമ്മൾ പറഞ്ഞു. മുകളിൽ വെട്ടിക്ക്. 4ൽ അടങ്ങുമോ 7? ഇല്ല. 7നേക്കാൾ ചെറുതാണ്. നമ്മൾ ചൊല്ലുന്ന ടേബിളിനേക്കാളും കുറവാണെങ്കിൽ അടങ്ങത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു 44 എടുക്കാം. 44 എത്ര പ്രാവശ്യമുണ്ട്? 7. 6 തവണയുണ്ട്. 7 6 42. 7 6 are 42. അവിടെ 44 കിടക്കുന്ന കാണാമേ? നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ 42 വന്നുള്ളൂ. അപ്പോൾ എത്ര കൂടുതലുണ്ട്? 2 കൂടുതലുണ്ട്. അത് തന്നെ. അപ്പോൾ ആ 2 നമ്മളവിടെ കാണിച്ച് ആ 2ഉം 4ഉം കൂടെ ചേർത്ത് 24 എന്ന് നിങ്ങൾ പറയണം. 24 7ൻ്റെ ടേബിൾ എത്രയാ? 3 തവണയല്ലേ പറ്റുള്ളൂ. 4 ആകുമ്പോൾ 28 ആയി പോകത്തില്ലേ? അപ്പം 3 തവണ. 7 3s are 21. 21 വന്നുള്ളൂ. അവിടെ 24 കിടക്കുന്ന കണ്ടോ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ എത്ര? 24 അവിടെ കിടപ്പുണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ 21 വന്നുള്ളൂ. അപ്പോൾ എത്ര മിച്ചമുണ്ട്? ഒരു 3 മിച്ചമുണ്ട്. ആ 3 ഞാൻ അവിടെ കൊണ്ട് കാണിച്ചു. 3ഉം 5ഉം കൂടെ ചേർത്തു. അപ്പോൾ എത്ര? 35 എന്ന് വന്നോ? 35ൽ എത്ര പ്രാവശ്യമുണ്ട്? 7. 7 5 35. 7 5s are 35. അപ്പം 5 തവണ.
അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 6, 3, 5 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ ഈ വെട്ടുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഒപ്പം പറഞ്ഞ് വെട്ടണം, ബുക്കിലോട്ട് എഴുതണം, എന്നാലും നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ 635. ഓക്കെ. അടുത്ത ചോദ്യം, നമ്മുടെ അവസാനം നമ്മുടെ ലാസ്റ്റ് ചോദ്യം ചെയ്യുവാണ്. അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. 4,42,365 ഡിവൈഡഡ് ബൈ 105. നമുക്ക് ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വരാറില്ല. പൊതുവെ ബാങ്ക് എക്സാമിനൊക്കെ വരുന്നുണ്ട്, അല്ലാതെ നമ്മുടെ സാധാരണ PSC എക്സാമിനോ സ്കൂൾ കുട്ടികൾക്കൊന്നും അത്രയും വലുത് വരുന്നില്ല. അപ്പോൾ എങ്കിലും ഞാനതൊന്ന് വെട്ടുന്നതിൻ്റെ ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വലിയ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നതൊക്കെ എടുത്ത് ഇങ്ങനെ വെട്ടി പഠിച്ച് നോക്കുക. അപ്പോൾ ഞാനതുകൂടെ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എഴുതിയിരുന്നു 4,4,2,3,6,5 ഡിവൈഡഡ് ബൈ 105. അപ്പോൾ ഇവിടെ ഈ 105 വരുമ്പോൾ നമ്മൾ നേരത്തെ സൈഡിലൊക്കെ പട്ടികയെല്ലാം കാണിച്ചു അല്ലേ. നമുക്കങ്ങനെ പട്ടിക കാണിക്കാതെ തന്നെ വെട്ടിപ്പോകാം. എങ്ങനെയാണ്? ഇപ്പം 105 എന്നുള്ളത് ഏത് പട്ടികയിൽ വരുന്നതാണെന്നുള്ള അറിയത്തില്ലെങ്കിലും നമുക്കൊരു കാര്യം അറിയാം. 5ൻ്റെ പട്ടികയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ മനസ്സിലാവും? ഇവിടെ വന്നിരിക്കുന്ന 105 എന്ന് പറയുന്ന ആളെയും ഈ മുകളിൽ വന്നിരിക്കുന്ന ആളെയും എല്ലാം 5ൽ അവസാനിച്ചിട്ടുണ്ടല്ലേ. ഒരു സംഖ്യ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ മനസ്സിലാവും? അതിൻ്റെ അവസാനക്കം ഒന്നെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അപ്പം നമുക്കിവിടെ മനസ്സിലായി, ഇവിടെ 5 കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായി. മതി, നമുക്ക് ഏതെങ്കിലും ഒരാളെ കൊണ്ട് പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കോളും. അപ്പം ഞാൻ ആദ്യം മുകളിലും താഴെയും എത്ര കൊണ്ട് ഇട്ടിട്ട് പോവാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാം. മനസ്സിലായല്ലോ? അല്ലാതെ ഞാൻ 105 എന്ന് പറയുന്ന ആളെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. നമുക്ക് വെട്ടി പോകുന്ന കാണിച്ചു തരാം. നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ട് വെട്ടുക. ഇപ്പം നിങ്ങൾക്ക് 5 കൊണ്ട് തോന്നി, നിങ്ങൾ 5 കൊണ്ട് വെട്ട്. അപ്പം ഞാൻ 5 കൊണ്ട് വെട്ടുന്നു. താഴെ വെട്ടുകയാണ്. 1ൽ അടങ്ങത്തില്ല. 5നേക്കാൾ ചെറുതാണ് 1, പറ്റത്തില്ല. അപ്പം 1ഉം 0ഉം കൂടെ 10 എന്ന് എടുക്കണം. 10ൽ എത്ര പ്രാവശ്യമുണ്ട്? 5. 2 തവണയുണ്ട്. അത് മനസ്സിലായോ? മിച്ചം ഒന്നുമില്ല. മിച്ചമില്ലെന്ന് എങ്ങനെ മനസ്സിലായി? അവിടെ 10 ഉണ്ട്. 5 2s are 10. 2 10 തന്നെയാണ്. അപ്പോൾ മിച്ചമൊന്നുമില്ല. പിന്നെ എത്രയാണ്? ഒരു 5 ഉണ്ടല്ലേ. 5ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 1 തവണ. അപ്പം ഞാൻ താഴെ 5 കൊണ്ട് വെട്ടി, മുകളിലും 5 കൊണ്ട് വെട്ടണം. മുകളിൽ നമുക്ക് വെട്ടി തുടങ്ങാം. 4ൽ 5 അടങ്ങുമോ? ഇല്ല, 5നേക്കാൾ ചെറുതാണ് 4, അതുകൊണ്ട് അടങ്ങത്തില്ല. അപ്പോൾ നമ്മൾ പഠിച്ചു 4 അടങ്ങാത്തതുകൊണ്ട് തൊട്ടടുത്ത ആൾ കൂടെ ചേർത്തെടുക്കാം. 44. തുടങ്ങുന്ന സമയത്ത് നമുക്ക് 1 2 3 എത്ര ഡേറ്റ് വേണമെങ്കിലും എടുക്കാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 44 എടുത്തു. 44ൽ എത്ര തവണയുണ്ട്? 5. 8 തവണ. 5 40. അവിടെ 44 എന്ന് കണ്ടു ഇല്ലേ? 5 40 അല്ലേ വന്നുള്ളൂ. എത്ര മിച്ചമുണ്ട്? ഒരു 4 മിച്ചമുണ്ട്. ആ 4നെ ഞാനവിടെ കാണിച്ചു. 4 2 42 എന്ന് എടുക്കണം. മനസ്സിലായോ? ആ 42നെ വീണ്ടും വെട്ടുക. 5ൻ്റെ പട്ടികയിൽ 42ൽ എത്ര പ്രാവശ്യമുണ്ട്? 5. 8 തവണ. 5 40. 8 5s are 40. അവിടെ 42 ഉണ്ടേ. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 40 വന്നിട്ടുള്ളേ. എത്ര മിച്ചമുണ്ട് അപ്പോൾ അവിടെ? 2 മിച്ചമുണ്ട് അല്ലേ? ആ 2 ഞാനവിടെ കാണിച്ചു. ആ 2ഉം അപ്പുറത്തൊരു 3ഉം കൂടെ വരുമ്പോൾ 23 എന്ന് എടുക്കണ്ടേ. 23ൽ എത്ര പ്രാവശ്യമുണ്ട്? 5. 4 തവണ. 4 5s are 20 അല്ലേ? അപ്പോൾ എത്രയാ? 23 ഉണ്ട്. അതിനാൽ 20 അല്ലേ അവിടെ വന്നിരിക്കുന്നത്? 23 അപ്പം മിച്ചം എത്രയുണ്ട്? ഒരു 3 മിച്ചമുണ്ട്. ആ 3 അവിടെ കാണിക്കും. 3ഉം 6ഉം കൂടെ എത്ര എടുക്കണം? 36 എന്ന് എടുക്കണം. 36ൽ എത്ര പ്രാവശ്യമുണ്ട്? 5. 7 തവണ. 7 5 35. 7 5s are 35. മിച്ചം അവിടെ എത്രയുണ്ട്? 36 അവിടെ കിടപ്പുണ്ടേ. നമ്മൾ വെട്ടിയപ്പോൾ പട്ടിക ചൊല്ലിയപ്പോൾ 35 വന്നുള്ളേ. ഒരു 1 മിച്ചമില്ലേ? ആ 1ഉം 5ഉം കൂടെ 15 എന്നെടുക്കാം. 15ൽ എത്ര പ്രാവശ്യമുണ്ട്? 5. 3 തവണയുണ്ട്. അപ്പം നമ്മളിപ്പം മുകളിലും താഴെയും 5 കൊണ്ട് വെട്ടി. ഓക്കെ ആണേ? ഇനി ഈ താഴെ വന്നിരിക്കുന്ന ആളെ നിങ്ങൾ നോക്കിക്കുക. താഴെ വന്നിരിക്കുന്ന ആളാരാ? 21. 21 എന്നുള്ള നിങ്ങൾക്കറിയാം എത്രയാണ്? 7 × 3 ആണ്. നമുക്ക് 7 കൊണ്ടും വെട്ടാം, 3 കൊണ്ടും വെട്ടാം. ഓക്കെ ആണേ? അപ്പം ഞാൻ ആദ്യം 7 കൊണ്ട് വെട്ടാൻ വേണ്ടി പോകണം. 7 കൊണ്ട് 7ൻ്റെ ടേബിൾ വെട്ടാൻ വേണ്ടി പോകും. 21ൽ എത്ര 7 ഉണ്ട്? 3 7 ഉണ്ട്. കണ്ടോ? ഇനി മുകളിലും വെട്ട്. 8ൽ 7 അടങ്ങുമല്ലോ. 7 7 പറ്റുമല്ലോ. അപ്പം നമുക്ക് പറയാം 1 തവണ. 7 7. മനസ്സിലായോ? 2 പറ്റില്ല. രണ്ടാമത്തേക്ക് 16 ആയി പോകും. അപ്പോൾ അവിടെ മനസ്സിലായി 8 ഉണ്ട്,
നമ്മൾ ടേബിൾ ചൊല്ലിയപ്പോൾ 7 വന്നുള്ളൂ. ഒരു 1 മിച്ചമുണ്ട്. ആ 1 അപ്പുറത്ത് കാണിക്കണം. ആ 1 8 കൂടെ എടുക്കുമ്പോൾ 18ആണ്. 18ൽ എത്ര പ്രാവശ്യമുണ്ട്? 7. 7ൻ്റെ ടേബിൾ പറയാവുള്ളേ. എത്ര പ്രാവശ്യമുണ്ട്? 2 തവണ. 7 2 14 അല്ലേ? അവിടെ 18 കിടക്കുന്ന കണ്ടോ നിങ്ങൾ? ചൊല്ലിയപ്പോൾ 14 വന്നുള്ളൂ. മിച്ചം എത്രയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞേ. അത് തന്നെ 4 മിച്ചമുണ്ട്. അപ്പം 4 അവിടെ കാണിക്കണം. 4 അപ്പുറത്തൊരു 4 കൂടെ വന്നപ്പോൾ 44. 44 എത്ര പ്രാവശ്യമുണ്ട്? 7 6 തവണ. 7 6 are 42. 7 6 42. അവിടെ 44 കിടപ്പുണ്ടേ. നമ്മൾ പട്ടിക ചൊല്ലിയപ്പോൾ ടേബിൾ കൗണ്ട് ചെയ്തപ്പോൾ 42 വന്നുള്ളേ. ഒരു 2 മിച്ചമില്ലേ? ആ 2 അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ 27 എന്ന് വന്നു അല്ലേ? 2 അപ്പുറത്തൊരു 7 കൂടെ വരുമ്പോൾ 27. 27 എത്ര പ്രാവശ്യമുണ്ട്? 7 3 തവണ. 7 3 21. 7 3 are 21. കിട്ടിയോ? അവിടെ 27 കിടക്കുന്ന കാണാമല്ലോ. 27 കിടക്കുന്ന കാണാം. ടേബിൾ കൗണ്ട് ചെയ്തപ്പോൾ 21 വന്നുള്ളൂ. അപ്പോൾ എത്ര മിച്ചമുണ്ടെന്ന് മനസ്സിലായി? ഒരു 6 മിച്ചമുണ്ട്. 6 അവിടെ കാണിക്കണം. 6 അവിടെയുണ്ട്. 3 അപ്പുറത്തോട് വരുമ്പോൾ 63. 63ൽ എത്ര പ്രാവശ്യമുണ്ട്? 7 9 തവണയുണ്ടല്ലേ? 9 7 63. അപ്പം നമ്മൾ ആദ്യം 5 കൊണ്ട് വെട്ടി. ഇപ്പം എത്ര കൊണ്ട് വെട്ടി? 7 കൊണ്ട് വെട്ടി. ഇനി 3 ഉള്ളൂ. 3ൻ്റെ ടേബിൾ അറിയാമല്ലോ. 3 കൊണ്ട് വെട്ടിക്കോ. 3ൽ 3 ഒരു തവണ. മുകളിൽ 1ൽ അടങ്ങില്ല. 1ൽ 3 അടങ്ങത്തില്ലെന്നറിയാലോ. 3 ചെറുതായി പോയത് പറ്റത്തില്ല. അപ്പോൾ 12 എടുക്കുക. 12ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 4 തവണയുണ്ട്. നിങ്ങൾ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സൈഡിലോട്ട് മാറ്റി എഴുതുന്നേ. 4 തവണ. അവിടെ 12 ഉണ്ട്. 4 3 are 12 ആണ്. അപ്പം മിച്ചമൊന്നുമില്ല. മിച്ചം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നില്ല. മിച്ചമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ഡിജിറ്റ് എടുത്താൽ മതി. 6നെ എടുക്കുക. 6ൽ എത്ര പ്രാവശ്യമുണ്ട്? 3 2 തവണ അല്ലേ? 3 2 are 6. അവിടെ മിച്ചമൊന്നുമില്ല. അവിടെ 6 ആണ്. ടേബിൾ കൗണ്ട് ചെയ്യുമ്പോഴും 6 തന്നെ വന്നു. അടുത്ത ആരെടുക്കണം? 3 എടുക്കണം. 3ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? ഒരു തവണ. ഇനിയോ അവിടെ മിച്ചമില്ലെന്ന് മനസ്സിലായി. 9ൽ എത്ര പ്രാവശ്യമുണ്ട്? 9ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 3 3 are 9. അപ്പോൾ 3 തവണ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാ? 4 2 1 3. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മാക്സിമം 4 അക്കം വരെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. 4 5 പൊതുവെ 3 അക്കമാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും നമ്മളിത് ചെയ്ത് പഠിക്കുക പല രീതിയിൽ. ഇപ്പം ഞാനിപ്പം ആദ്യം 5 കൊണ്ട് ചെയ്തു, പിന്നെ 7 കൊണ്ട് ചെയ്തു, 3. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ഒന്നുകൂടെ എഴുതിയിട്ട് ആദ്യം 3 കൊണ്ട് ചെയ്തു, പിന്നെ 7 കൊണ്ട് 5, അങ്ങനെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക. ഒന്നാമത്തത് 4 6 0 8 ഡിവൈഡഡ് ബൈ 12. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 1 8 7 ഡിവൈഡഡ് ബൈ 27. അടുത്തത് 4 1 3 6 ഡിവൈഡഡ് ബൈ 22. 8 5 0 5 ഡിവൈഡഡ് ബൈ 15. 1 0 5 1 2 ഡിവൈഡഡ് ബൈ 16. 4 2 3 1 8 ഡിവൈഡഡ് ബൈ 18. 1 2 9 9 6 ഡിവൈഡഡ് ബൈ 36. 1 4 9 8 5 ഡിവൈഡഡ് ബൈ 45. 5 5 3 2 8 ഡിവൈഡഡ് ബൈ 32. 8 8 8 5 5 2 ഡിവൈഡഡ് ബൈ 72. നമ്മൾ 10 ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുക. ചെയ്ത ശേഷം അതിൻ്റെ ആൻസർ സെക്ഷനിലേക്ക് കൂടെ നമ്മൾ വരികയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് വരാൻ. അല്ലാതെ വെറുതെ നോക്കി പോകരുത്. ഓരോന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആൻസറോട് നോക്കുക. ഒന്നാമത്തെ ആൻസർ 384 384. അടുത്ത രണ്ടാമത്തത് 81, പിന്നെ 188, 567, 657, 2351, 361, 333, 1729, 12341, 12341. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ഇടുന്നുണ്ട്.
അതിൻ്റെ ആൻസർ ഞാൻ ഇടത്തില്ല, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ആ ക്വസ്റ്റ്യനാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഇൻട്രഡക്ഷനിൽ നമ്മളൊരു കാര്യം പറഞ്ഞു അല്ലേ, അവസാനം ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിന് ഒരു വലിയ പ്രത്യേകതയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതാണ് ആ ചലഞ്ചിങ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ തരുന്നത്. വലിയൊരു സംഖ്യയാണ് 2171556388808 ഓൾ ഡിവൈഡഡ് ബൈ 24. വലിയ ചോദ്യമാണ്. അപ്പോൾ ചെറിയ ക്വസ്റ്റ്യനൊക്കെ സാറ് ചെയ്തിട്ട് വലുത് ഞങ്ങൾക്ക് തരുവാണോ അങ്ങനെയൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആൻസർ ഞാൻ ചെയ്തു തരാം. ഇതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചെയ്ത് കിട്ടുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ കിട്ടിയ ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങളിപ്പം ഡിവിഷൻ പഠിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ഇട്ട് ചെയ്തിട്ട്, ഇതിൽ 10 ക്വസ്റ്റ്യൻ നമ്മൾ തന്നിട്ടുണ്ട്, അതല്ലാതെ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻസൊക്കെ ഇട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇടയ്ക്കൊന്ന് കണ്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് ഒരു വീഡിയോ കൂടെ, ചെറിയൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഡിവിഷനുമായി ബന്ധപ്പെട്ട് തന്നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്ന എളുപ്പമാർഗ്ഗം. ഇപ്പോൾ ഡിവിഷൻ അറിയാമെങ്കിലേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഇടുന്നുണ്ട് തേർഡ് വീഡിയോ എന്ന് വെച്ചാൽ ഡിവിഷൻ്റെ തന്നെ ചെറിയ സംഖ്യകളുടെ നമ്മൾ മിശ്ര ഭിന്നമാക്കാൻ പറയത്തില്ലേ, ആ മിശ്ര ഭിന്നമാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനിയും നമ്മൾ ബേസിക് മാത്സിൻ്റെ കുറേയധികം വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ബുക്കിലൊക്കെ എഴുതി പഠിക്കുക. എങ്കിൽ ഓക്കെ, ബൈ.